ഒരു കോച്ചിനെ ടീമിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ട് ഇത്രത്തോളം ആഘോഷിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പറയുന്നത് വേറെ ആരെയും പറ്റിയല്ല, നമ്മുടെ മിഖായേൽ സ്റ്റഹറെ പറ്റി തന്നെയാണ്. I've been waiting to do this video since 10 a.m. today, and that is that I am officially and proudly to say that Michael Starhay is officially sacked as the San Jose Earthquake manager. He's officially gone from our club, and all I have to say about that is ciao, and also thank the God he is gone. നവംബറിനായിരുന്നു മിഖായേൽ സ്റ്റഹറെ സാൻ ജോസ് എർത്ത് ടീമിൽ ജോയിൻ ചെയ്യുന്നത്. എന്നാൽ വെറും ഒരു വർഷം എന്ന് വെച്ചാൽ 2018 നവംബർ ആയപ്പോഴേക്കും തന്നെ അദ്ദേഹത്തെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. മിഖായേൽ സ്റ്റഹറെ എന്ന കോച്ചിനെ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് കഴിഞ്ഞപ്പോൾ രണ്ട് ഒപ്പീനിയൻസ് കുറേ വന്നിട്ടുണ്ടായിരുന്നു. ഒന്നത് സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറേ എണ്ണം എന്ന് വെച്ചാൽ ഇദ്ദേഹത്തെ പറഞ്ഞു വിട്ടുകൊണ്ട് മാത്രം ഒന്നും മാറാൻ പോകുന്നില്ല, ഇറ്റ്സ് ഓൾ മാനേജ്മെൻറ്റ്സ് ഫോൾട്ട്, അല്ലെങ്കിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് സ്ലോ പ്രോസസ്സ് എന്ന് വെച്ചാൽ ഇച്ചിരി ടൈം കൊടുത്തായിരുന്നു ശരിയായ, അങ്ങനെ രണ്ട് തരത്തിലുള്ള ഫാൻസ് ഒപ്പീനിയൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഓഫ്കോഴ്സ് ഒരു കാര്യം എഗ്രി ചെയ്യുന്നു, ഇദ്ദേഹത്തെ പറഞ്ഞു വിട്ടുകൊണ്ട് മാത്രം ഒന്നും ശരിയാകാൻ പോകുന്നില്ല. നല്ല റിക്രൂട്ട്മെൻറ്റ്സും നല്ല റീപ്ലേസ്മെൻറ്റുമായിട്ട് നമ്മുടെ മാനേജർ മുമ്പോട്ട് വന്നില്ലെങ്കിൽ ഇനി ഏത് കോച്ച് എങ്ങനെയൊക്കെ വന്നാലും റിസൾട്ട് സെയിം തന്നെ ആയിരിക്കും. സ്റ്റഹറെ എന്ന കോച്ചിനെ പറ്റി അന്വേഷിച്ച് പോകുമ്പോൾ നമുക്ക് വലിയ കാര്യമായിട്ട് റിപ്പോർട്ട്സ് ഒന്നും തന്നെ ഗൂഗിളിലോ അല്ലെങ്കിൽ ഒരിടത്തും കിട്ടാനില്ലായിരുന്നു. അങ്ങനെ ഒന്ന് റെഡിറ്റ് എന്നൊരു ആപ്പ് കയറ്റി എർത്ത്ക്വേക്സിൻ്റെ ഒരു ഫാൻ ബേസിനെ എന്ന് വെച്ചാൽ കുറേ ഫാൻസിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ 60-70 ഫാൻസിനെ മെസ്സേജ് അയച്ചിട്ട് അതിൽ 2-3 പേര് എനിക്ക് റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടായിരുന്നു അദ്ദേഹത്തെ പറഞ്ഞു വിട്ടത്, അല്ലെങ്കിൽ എന്തുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇത്രത്തോളം ഹീറ്റ് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. എർത്ത്ക്വേക്സ് ടീമിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് കളക്ട് ചെയ്യുന്ന ഒരു കോച്ചായിരുന്നു നമ്മുടെ സ്റ്റഹറെ എന്നുള്ളത്. എന്ന് വെച്ചാൽ ഹിസ്റ്ററിയിൽ തന്നെ അവർക്ക് ഇത്രത്തോളം താഴെ പോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ലായിരുന്നു. 34 ഗെയിംസ് കളിച്ചതിൽ വെറും 21 പോയിന്റ്സ് മാത്രമായിരുന്നു സ്റ്റഹറയ്ക്ക് അവിടെ കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഫാൻസിനെ ഭയങ്കരമായിട്ട് തന്നെ ട്രിഗർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹാഫ് സീസൺ ആയപ്പോഴേ പറഞ്ഞു വിടണമായിരുന്നു, എന്തുകൊണ്ടാണ് ഫുൾ സീസൺ വെയിറ്റ് ചെയ്യുന്ന സഹിതം നമ്മളോട് ഒരു ആരാധകൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സബ്സ്റ്റിറ്റ്യൂഷൻ എറേഴ്സ്, അതുപോലെ തന്നെ യങ് പ്ലേയേഴ്സ് ടീമിലുണ്ടെങ്കിലും അവരുടെ ബെസ്റ്റ് പുറത്തേക്ക് കൊണ്ടിരുന്നതിൽ കുറേ വീഴ്ചകൾ, അങ്ങനെ കുറേ മിസ്റ്റേക്സ് അവരുടെ ഫാൻസ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓഫ്കോഴ്സ് ഇപ്പം നമ്മുടെ കാര്യം നോക്കുവാണെങ്കിൽ നല്ല സബ്സ്റ്റിറ്റ്യൂഷൻസ് ഉറപ്പായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു സംഭവം നമ്മളധികം കണ്ടിട്ടില്ലായിരുന്നു. പിന്നെ ലാസ്റ്റ് മത്സരം മോഹൻ ബഗാനെതിരെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. 86-87 മിനിറ്റ് ആയപ്പോഴായിരുന്നു നമ്മുടെ പെപ്പറ അങ്ങനെയുള്ള പ്ലേയേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതൊരു മാർക്കാണ്. സ്റ്റിൽ നമ്മൾ കമ്പാരിറ്റീവ് നോക്കുകയാണെങ്കിൽ അത് സബ്സ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് റിസൾട്ട് നല്ലപോലെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സ്റ്റഹറെ എന്ന കോച്ചിനെ ഇപ്പോഴും വ്യത്യസ്തനാക്കുന്ന രീതിയിൽ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റി തന്നെയായിരുന്നു. എന്ന് വെച്ചാൽ മിനിമം അവൈലബിലിറ്റി അല്ലെങ്കിൽ റിസോഴ്സ് വെച്ച് മാക്സിമം റിസൾട്ട് കൊണ്ടുവരിക. അദ്ദേഹം സ്വീഡനിലായിരുന്നപ്പോൾ ഈ ഒരു സംഭവം നല്ലപോലെ തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ എർത്ത്ക്വേക്സിൻ്റെ കാര്യമാണെങ്കിലും അല്ലെങ്കിൽ ഏഷ്യൻ ഫുട്ബോളൊന്നും അത് അത്രത്തോളം വർക്കൗട്ട് ആയിട്ടില്ലായിരുന്നു. എർത്ത്ക്വേക്സ് ടീമിനെ 7 മാച്ച് വിൻലെസ് ആയിട്ട് ഒരു സ്ട്രീക്കറെ അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഡിഫൻസിലെ എറേഴ്സ് അദ്ദേഹത്തെ നല്ലവരെ തന്നെ അവിടെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഫാൻസിലായ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിഫൻസിൽ വരുന്ന 1-2 മിസ്റ്റേക്സ് അല്ലെങ്കിൽ മേജർ മിസ്റ്റേക്സ് റിസൾട്ടിനെ തന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നുള്ളത്. ഏകദേശം ഡിഫൻസിലെ ഇൻഡിവിജ്വൽ മിസ്റ്റേക്സ് അല്ലെങ്കിൽ ഈ ഡിഫൻസ് എറേഴ്സൊക്കെ നമ്മൾ ഇവിടെയും കണ്ടിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അവിടെ എന്തായിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനത്തെ കുറേ സിമിലാരിറ്റീസ് നമുക്ക് ഇവിടെയും എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളത്. നമ്മൾ സ്റ്റഹറയുടെ ഒരു അച്ചീവ്മെൻറ്റ്സിന് കാര്യം നോക്കുവാണെങ്കിൽ 2009 മുതൽ 2014-15 വരെ അദ്ദേഹത്തിന് 3 അച്ചീവ്മെൻറ്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് കരിയർ ബെസ്റ്റ് അല്ലെങ്കിൽ കരിയറിലെ ഏറ്റവും നല്ല മൊമെന്റ്സ് ഒക്കെ സ്വീഡനിൽ തന്നെയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ 2014-2015 കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് അച്ചീവ്മെൻറ്റ് ഏതാണ്? തായ് ലീഗിലെ ബെസ്റ്റ് കോച്ച് ഓഫ് ദ മന്ത് എന്നൊരു അവാർഡാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്ന ലേറ്റസ്റ്റ് ഒരു അച്ചീവ്മെൻറ്റ് എന്നുള്ളത്. ഇനി സ്റ്റഹറയുടെ ഒരു ഓവറോൾ കരിയർ നമ്മൾ നോക്കുവാണെങ്കിൽ ഏകദേശം 415ഓളം ഗെയിംസ് അദ്ദേഹം മാനേജ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ 177 വിന്നും 138 തോൽവികളും ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഏകദേശം 50% താഴെ മാത്രമാണ് അദ്ദേഹത്തിന് വിജയ ശതമാനം എന്നുള്ളത്. ഇനിയാണ് മേജർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരുന്നത്, വൈ മിഖായേൽ സ്റ്റഹറെ, വൈ ഹി ജോയിൻഡ് കേരള ബ്ലാസ്റ്റേഴ്സ്, അല്ലെങ്കിൽ വൈ ഹി വാസ് റിക്രൂട്ടഡ് ടു കേരള ബ്ലാസ്റ്റേഴ്സ്. ഇവാൻ മുക്കോമനെ വെച്ച് ടീം ഇട്ടതിന് ശേഷം അദ്ദേഹം ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റിങ്ങിന് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ ഞാൻ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു 5 മാസം വെയിറ്റ് ചെയ്യുക, കംബാക്ക് കോച്ചിൻ്റെ കമൻറ്റ്സ് വരുമെന്ന്. എന്നാൽ അതിന് നല്ല രീതിയിലുള്ള റിപ്ലൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, നീ ഇത് നെഗറ്റീവാടാ എന്നൊക്കെ സംഭവത്തുള്ളത്. ലുക്ക്, എനിക്കൊരിക്കലും ഈ ഒരു കോച്ചിനോട് എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റഹറയോട് പേഴ്സണലി ഒരു ദേഷ്യമോ വാശിയോ ഒന്നുമില്ല. എപ്പോഴും നമുക്ക് ടീമിനെ സക്സസ് അല്ലെങ്കിൽ ടീമിനുള്ള സ്നേഹം മാത്രമാണ് ഉള്ളത്. സോ ഇൻഡിവിജ്വലി അതിനെ തളർത്തിയിട്ട് എനിക്കൊന്നും കിട്ടാനുമില്ല.
നമുക്കറിയാം ഡ്യൂറൻ കപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു, പ്രീ സീസൺ കിട്ടിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ സക്സസ്ഫുള്ളും ആയിരുന്നു. സോ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഓട്ടോമാറ്റിക്കലി ISL ആ ഒരു സംഭവം തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുള്ളത്. എന്നാൽ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ISL ഒരു പുതിയ കോച്ച് വരിക, ആ കോച്ച് കപ്പടിപ്പിക്കുക എന്നുള്ളത് എല്ലാ ക്ലബിനും എപ്പോഴും പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല. സോ മിക്കായൽ സ്റ്റഹറേന്റെ കോച്ച് ഇത്രത്തോളം സ്റ്റാറ്റ്സ് എന്ന് വെച്ചാൽ 50% താഴെ വിൻ റേഷ്യോ, ലാസ്റ്റ് അച്ചീവ്മെന്റ് ബെസ്റ്റ് കോച്ച് ഓഫ് ദ മന്ത് ഒക്ടോബറിൽ, അതിന് മുമ്പുള്ള അച്ചീവ്മെന്റ്സ് 2015-14, അതിനുശേഷം ഫുട്ബോൾ എന്തുമാത്രം ഡെവലപ്പ് ചെയ്തു, ISL എന്തുമാത്രം ഡെവലപ്പ് ചെയ്യുന്നതൊക്കെ നമ്മുടെ മുമ്പിൽ തന്നെ ഉള്ളതാണ്. സോ ഇങ്ങനെ കോച്ച് വരുമ്പോൾ വെറും ലെസ് എക്സ്പെക്ടേഷൻ മാത്രമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. എനിക്ക് ഉറപ്പായിരുന്നു നമ്മളൊരു മിഡ് ടേബിൾ അല്ലെങ്കിൽ താഴേക്ക് തന്നെ പോകാനാണ് ചാൻസ് കൂടുതലെന്നുള്ളത്. ഞാൻ ചുമ്മാ കറക്കി കുത്തിയതല്ല, എനിക്ക് ശരിക്കും പറഞ്ഞ ജീവനിൽ തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ആൻഡ് റിസൾട്ടും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ടാക്ടിക്കൽ അനലിസ്റ്റ് അല്ലെങ്കിൽ ഫ്രീ കിക്ക് കോച്ച് എന്നൊക്കെ പറഞ്ഞൊരു പുള്ളിയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ഈ വർഷം എന്ന് വെച്ചാൽ ഇതുവരെ ഒരു സെറ്റ് പീസ് ഗോൾ പോലും നമുക്ക് ഡയറക്റ്റ്ലി ഉണ്ടായിട്ടില്ല. കോർണർ കിക്കിൽ നിന്ന് ഒന്നുപോലും ഉണ്ടായിട്ടില്ല. പിന്നെ ലാസ്റ്റ് മോഹൻ ബഗാനെതിരെ ഒരു കറക്റ്റ് സെറ്റ് പീസ് എന്ന് പറയാൻ പറ്റില്ല, സ്റ്റിൽ ഒരു മിലോസ് ഒരു ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും അത് ഭയങ്കര മോശമാണ് ആസ് എ ഫുട്ബോൾ ടീം. അല്ലെങ്കിൽ ഇത്രത്തോളം നമ്മൾ കിബു വിക്കോനയുടെ സീസണിൽ പോലും എത്ര സെറ്റ് പീസ് ഗോളുകൾ സീസൺ ഫ്ലോപ്പ് ആണെങ്കിൽ പോലും അടിച്ചിട്ടുണ്ടായത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അദ്ദേഹം ടീം വിട്ടതിന് ശേഷം ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ വിങ്ങിലേക്ക് ഡിപ്പെൻഡ് അൺബാലൻസ്ഡ് ആയിരുന്ന രീതിയിലൊക്കെ. എന്നാൽ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ അല്ലെങ്കിൽ എന്തായിരുന്നു ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, യു ഹാവ് ടു ആസ്ക് ടു ദ റൈറ്റ് പേഴ്സൺ എന്ന് വെച്ചാൽ ഹെഡ് കോച്ചിനോട് ചോദിക്കാന്നുള്ളതായിരുന്നു. സോ നമ്മുടെ ആ കോച്ചിങ് സ്റ്റാഫ്സ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്ഷൻ ഇല്ലാത്തവരാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആൻഡ് കരോളിസ് കിങ് ഈസ് വൈ, എന്തുകൊണ്ടാണ് മിഖായൽ സ്റ്റഹറെ എന്ന കോച്ചിനെ നിങ്ങൾ സെലക്ട് ചെയ്തത്? അതൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. കാരണം ഇവാൻ ബുക്കോമനോവിച്ചിനെ പോലെ 3 വർഷം ടീമിനെ സക്സസ്ഫുൾ, ഓക്കെ കപ്പടിച്ചില്ല എന്നൊക്കെ നിങ്ങൾ കുറേ പേര് പറയായിരിക്കും. സ്റ്റിൽ നമ്മൾ നോക്കുവാണെങ്കിൽ അൺബീറ്റൺ റൺസ്, അതുപോലെ പോയിന്റ്സ് ടേബിളിൽ അദ്ദേഹമായിരുന്നു നമ്മളെ ആദ്യമായിട്ട് ഫസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഗോൾഡൻ ബൂട്ട്, അതുപോലെ തന്നെ ഗോൾഡൻ ഗ്ലവ്, അങ്ങനെ എത്ര അച്ചീവ്മെന്റ്സ് ഇവാൻ ബുക്കോമനോവിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കളിച്ച 3 സീസണും നമ്മൾ ക്വാളിഫൈയും ആയിട്ടുണ്ടായിരുന്നു സെമി ഫൈനലിലേക്ക്. സോ ഇങ്ങനൊരു കോച്ചിനെ റീപ്ലേസ് ചെയ്യുമ്പോൾ ഇദ്ദേഹത്തെക്കാൾ മികച്ച ഒരു കോച്ചിനെ നമ്മൾ കൊണ്ടുവരേണ്ടത്, അല്ലാതെ ഇദ്ദേഹത്തിന് താഴെയുള്ളതല്ലായിരുന്നു. ഓക്കെ അറ്റ്ലീസ്റ്റ് ഒരു ISL എക്സ്പീരിയൻസ് കോച്ചിനെങ്കിലും നമ്മൾ കൊണ്ടുവരണമായിരുന്നു. അല്ലാതെ ഓക്കെ ഇനി ISL എക്സ്പീരിയൻസ് പോട്ടെ, അല്ലാതെ ഒരു കോച്ചിനെ കൊണ്ടുവരണേ പോലും അത്യാവശ്യം ഒരു നല്ലൊരു പ്രൊഫൈലുള്ള കോച്ചിനെ കൊണ്ടുവന്നായിരുന്നു ഇച്ചിരി നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഓക്കെ കുറേ പേർക്ക് നേരെ ഓപ്പോസിറ്റ് അഭിപ്രായം കാണും, പ്രൊഫൈലൊന്നും കാര്യമില്ല, വന്നാൽ സക്സസ് ആകുന്നതിലുള്ള കാര്യം എന്നുള്ളത്. എന്നാൽ നിങ്ങൾ തന്നെ നോക്കുക, ഏഷ്യൻ ഫുട്ബോളിൽ അദ്ദേഹം അത്രത്തോളം വലുതായിട്ടൊന്നും ചെയ്തിട്ടില്ല. നമുക്കറിയാം അദ്ദേഹം തായ് ലീഗിലുണ്ടായിരുന്നു, അതുപോലെ ചൈനയിലുണ്ടായിരുന്നു. അവിടെയൊക്കെ കോച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് അത്ര വിൻ റേഷ്യോസ് ഒന്നുമില്ല. ഓവറോൾ കരിയറിൽ തന്നെ 50% താഴെ മാത്രമാണ്. അതുകൊണ്ടാണ് പിന്നെയും ക്വസ്റ്റ്യൻ വരുന്നത്, വൈ ഹി വാസ് സെലക്റ്റഡ്, എന്തുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഇങ്ങനെ ഒരു കോച്ചിനെ എടുത്തതെന്നുള്ളത്. ഉത്തരങ്ങൾ തരാനുണ്ട്, ബട്ട് തരത്തില്ല. അതാണ് നമ്മളെ സ്പെഷ്യലായിട്ട് ഇങ്ങനെ ആക്കുന്നത്. ഇനി ഒരു പുതിയ ഹെഡ് കോച്ചിനെ കൊണ്ടുവരാനുണ്ട്. ISL എക്സ്പീരിയൻസ് ഉള്ള കോച്ചിനെ കൊണ്ടുവരാന്നുള്ളത് ഒരിക്കലും എളുപ്പമല്ല. കാരണം ISL സക്സസ്ഫുൾ ആയ കോച്ചസ് എല്ലാം ഇപ്പോൾ നല്ലൊരു ടീമിൽ തന്നെയുണ്ട്. ലൊബേറയ്ക്ക് ഓഫർ കൊടുത്തു എന്ന രീതിയിൽ കേട്ടിട്ടുണ്ടായിരുന്നു. ഒഡീഷ വിട്ടൊക്കെ അദ്ദേഹം വരുമെന്ന് എനിക്ക് ജന്മത്ത് തോന്നുന്നില്ല. കാരണം അത്രത്തോളം സ്റ്റേബിളായിട്ട് അദ്ദേഹം ആ ടീമായിട്ട് വെൽ സെറ്റാണ്. സോ ലൊബേറ വരുമെന്ന കാര്യം എനിക്ക് ഉറപ്പേ ഇല്ല. ഇനി ഹബ്ബാസിനെ വരെ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഓൾറെഡി ഈസ്റ്റ് ബംഗാൾ ഒരു ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു, റിജക്ട് ചെയ്തു. ഇനി കേരള ബ്ലാസ്റ്റേഴ്സും നമ്മുടെ സ്റ്റഹറെ എടുക്കുന്ന മുമ്പ് എന്ന് വെച്ചാൽ സ്റ്റഹറയ്ക്ക് കോൺട്രാക്ട് കൊടുക്കുന്ന മുമ്പ് അദ്ദേഹത്തിന് ഓഫർ ആയിട്ടുണ്ടായിരുന്നു, അദ്ദേഹം അതും റിജക്ട് ചെയ്തു. വിത്ത് ഇന്റർകാശി അദ്ദേഹത്തിന് നല്ലൊരു പ്രൊജക്റ്റാണ് മുമ്പിലുള്ളത്. ഐ ലീഗ് കളിക്കുക, അവിടുന്ന് ക്വാളിഫൈ ISL വരിക. സോ ഒരു ബിഗ് എയിം തന്നെ അദ്ദേഹത്തിന് മുമ്പിലുണ്ട്. നമുക്ക് അത്രയും ഡെഡിക്കേറ്റഡ് ആയ ഒരു കോച്ച് തന്നെയാണ് നമുക്ക് വേണ്ടത്. സ്റ്റഹർ ഒരിക്കലും ഡെഡിക്കേറ്റഡ് അല്ലെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് എനർജി ലെസ് ആണെന്നോ ടീമിനോട് കമ്മിറ്റ്മെൻറ്റോ ഇല്ലെന്നോ ഒന്നും നമ്മൾ ആരും പറയുന്നില്ല. മേ ബി ഹി വാസ് എ റൈറ്റ് പേഴ്സൺ ബട്ട് റോങ് ടൈം നമ്മൾ പറയത്തില്ലേ. അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ പ്രശ്നം തന്നെയായിരുന്നു. ഈ പറയുന്ന ജീസസ് ജിമിനിസും അല്ലെങ്കിൽ കോയ്ഫും മാത്രമായിരുന്നു അദ്ദേഹം വന്നിട്ട് നമ്മൾ ഫോറിൻ പ്ലേയേഴ്സ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലൂണ, നോഹ, പെപ്പറെ, മിലോസ് ഇവരെല്ലാവരും തന്നെ നമ്മുടെ ഇവാൻ കൊണ്ടുവന്ന പ്ലേയേഴ്സാണ്, ഇന്ത്യൻ പ്ലേയേഴ്സ് പോലും ആട്ടെ. സോ ആ ഒരു ഇവാൻ തുടങ്ങിയതിൻ്റെ ബാക്കിയായിട്ടായിരുന്നു സ്റ്റഹറെ വന്നിട്ടുണ്ടായിരുന്നത്. സോ മേ ബി ടാക്ടിക്സിൻ്റെയൊക്കെ പ്രശ്നം തന്നെയായിരിക്കാം. എന്തൊക്കെയാണെങ്കിലും ആസ് എ കോച്ച് അദ്ദേഹത്തിൻ്റെ കരിയർ വീണ്ടും ഒരു നെഗറ്റീവ് മാർക്കാണ് വന്നിട്ടുള്ളത്. ഇനി ഏത് ക്ലബ്ബ് എങ്ങനെയായിരിക്കും അദ്ദേഹത്തെ കരിയർ? എനിവേ ഒരു ബെസ്റ്റ് ഓഫ് ലക്ക് തന്നെയാണ് നമ്മൾ ഫാൻസിന് കൊടുക്കാനുള്ളത്. നോ ഹെയ്റ്റ്. എനിക്കറിയാം ഒരു ഫാൻസിനും അദ്ദേഹത്തിന് പേഴ്സണലി ഒരു ഹെയ്റ്റ് കാണില്ല, ബട്ട് പുവർ പെർഫോമൻസ് നമുക്കറിയാം. ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഫാൻസ് ഓൾറെഡി ഭയങ്കര പ്രഷറിലാണ്. കാരണം ബാക്കി എല്ലാ ടീമിനും പറയാൻ ഒരു കപ്പെങ്കിലും ഉണ്ട്, നമുക്കൊരു ചിപ്സ് പാക്കറ്റ് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒന്നുമില്ല. സോ നല്ല പ്രഷറിലാണ്. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ പുതിയൊരു കോച്ച് വരിക, പുതിയ സിസ്റ്റം തയ്യാറാക്കുക, അല്ലെങ്കിൽ പുതിയൊരു ബേസ്മെൻറ്റ് ഇട്ടൊരു സംഭവം ട്രൈ എന്നുള്ളത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. ബട്ട് ഞാൻ വീണ്ടും പറയുന്നു, ഇവാൻ ബുക്കോമനോവിച്ച് എന്ന കോച്ച് അന്നൊരു ബേസ്മെൻറ്റ് ഇട്ട് അല്ലെങ്കിൽ അന്നൊരു സംഭവം തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അത് 3 വർഷവും അത്യാവശ്യം സക്സസ്ഫുൾ തന്നെയായിരുന്നു. എന്നാലും അവിടെ മാനേജ്മെൻറ്റിന് വലിയ പങ്കുണ്ട്. ഇപ്പം അൽവാർ
അൽവാരോ ഡയസ് ആട്ടെ, ഇന്ത്യൻ പ്ലേയേഴ്സ് ആട്ടെ, ഇപ്പോൾ വിൻസി ബറേട്ടോ, സഹൽ അബ്ദുൾ സമദ്, ജിക്സൺ സിംഗ്, അങ്ങനെ എല്ലാവരെയും പറഞ്ഞു വിട്ട കോറ് തന്നെ ഇളക്കിയിട്ടും നമ്മൾ ഏകദേശം ഇപ്പോൾ പിടിച്ചു നിന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ വർഷമായിരുന്നു ജിക്സൺ സിംഗിനെ കളഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാലും ആ ഒരു കോർ തന്നെ മാനേജ്മെൻറ്റ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കുന്നുണ്ടായിരുന്നു ഫോർ ഫിനാൻഷ്യൽ പ്രോഫിറ്റ്സ്. ആ ഒരു കോർ അല്ലെങ്കിൽ ആ ബേസ് ലൈൻ ഇല്ലാതെ ഒരു ടീമും സക്സസ്ഫുൾ ആകാൻ പോകുന്നില്ല. ഇനിയൊരു പുതിയ കോച്ചിനെ കൊണ്ടുവന്ന് ആ ബേസ് ലൈൻ ഉണ്ടാക്കി, ബേസ്മെൻറ്റ് ഉണ്ടാക്കി, ആ ഒരു ടീം ഡൈനാമിക്സ് ഉണ്ടാക്കി സക്സസ് ആകുന്ന പറഞ്ഞാൽ ഭയങ്കര പാടായിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് പറയുന്നത് വീനയുടെ ISL എക്സ്പീരിയൻസ് കോച്ച് ഉള്ളത്. എന്തുമാത്രം വർക്കൗട്ടാവും നമ്മൾ നോക്കി തന്നെ കാണണം. ഈ വർഷം നമ്മൾ നോക്കുവാണെങ്കിൽ സ്കോർ ചെയ്തതിനേക്കാൾ കൂടുതൽ നമ്മൾ കൺസിഡറാണ് ചെയ്തിട്ടുള്ളത് 24 ഗോളുകൾ. അതുപോലെ 6 ഗോൾസ് നമ്മൾ ഇൻഡിവിജ്വൽ എറേഴ്സ് കാരണമായിരുന്നു നമ്മൾ മേടിച്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നത്. അതിൽ 3 സച്ചിൻ സുരേഷിൻ്റെ ഒരു മിസ്റ്റേക്ക് കാരണം. അതുപോലെ ഫോറിൻ പ്ലേയേഴ്സ് നമ്മൾ ഭയങ്കര ഡിപ്പെൻഡിങ് ആണ് ഗോൾ സ്കോറിങ്ങിന് വേണ്ടി. നമുക്കറിയാം ഇപ്പം 19 ഗോളോ സംതിങ് നമ്മുടെ ഫോറിൻ പ്ലേയേഴ്സ് തന്നെയാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആണ് ഫോറിൻ പ്ലേയേഴ്സ്. നമ്മൾ കഴിഞ്ഞ വർഷം ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഇന്ത്യൻ പ്ലേയേഴ്സ് ഗോൾ സ്കോർ ചെയ്യുന്നില്ല എന്നുള്ളത്. ഈ വർഷം 2 ഇന്ത്യൻ പ്ലേയേഴ്സ് സ്കോർ ചെയ്യുമെന്ന് പറഞ്ഞാലും നമ്മൾ പ്രഷറിൽ തന്നെയാണ്. സോ ഇങ്ങനെ കുറേ പ്രശ്നൻസ് ഉണ്ട്. ഈ ഇന്ത്യൻ പ്ലേയേഴ്സിനെ മനസ്സിലാക്കുന്ന, ഇന്ത്യൻ കണ്ടീഷനെ മനസ്സിലാക്കുന്ന, ISLയെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ISL എക്സ്പീരിയൻസ് കോച്ച് പറഞ്ഞതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. നമ്മുടെ മാനേജറിന് നന്നാതെ ഒന്നും നന്നാകാൻ പോകുന്നില്ല. കോച്ചിന് ആവശ്യമുള്ള പ്ലേയേഴ്സിനെ കൊടുക്കുക, കോച്ചിന് ആവശ്യമുള്ള എല്ലാ പ്ലേയേഴ്സിനെയും കൊടുക്കുക, ഫോറിൻ പ്ലേയേഴ്സോട് ഉൾപ്പെടെയാണ് പറയുന്നത്. സോ മാനേജ്മെൻറ്റ് ശരിക്കും പറഞ്ഞാൽ ടീമിനോടും ഫാൻസിനോടും ഇച്ചിരി ലോയൽറ്റി, ഡെഡിക്കേഷൻ കാണിക്കാതെ ഒരിക്കലും നന്നാകാൻ പോകുന്നില്ല. സോ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എന്താണെന്ന് പറയുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.